സുഹൃത്തുക്കളെ, കൊല്ലം കുണ്ടറ റോഡിൽ SR ജംഗ്ഷന് സമീപം വാഹനാപകടം ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ രാത്രി 10:30-ക്ക് കുണ്ടറ ഭാഗത്ത് നിന്നും വന്ന ഒമിനി വാൻ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പോസ്റ്റിലിടിച്ചാണ് അപകടമുണ്ടായത്. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുകയാണ്. നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നിരന്തരമായ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ KSEBയും പൊതുമരാമത്ത് വകുപ്പും കാണിച്ച അനാസ്ഥയുടെ ഭാഗമായാണ് ഇന്ന് ഈ വാഹനാപകടം ഉണ്ടായിരിക്കുന്നത്. 3 പോസ്റ്റുകൾ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുകയും ജനങ്ങളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് 2 പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുകയും 1 പോസ്റ്റ് തൽസ്ഥാനത്ത് തന്നെ തുടരുകയുമായിരുന്നു. അതിൻ്റെ ഫലമായി ഇവിടുത്തെ ജനപ്രതിനിധികളോട് കാര്യങ്ങൾ അന്വേഷിക്കാം. രാത്രി ഒമനി വണ്ടിയിൽ ഫാമിലി വന്നതാണ്. PWD റോഡിൻ്റെ ഇടത് സൈഡിലായിട്ട് SR ജംഗ്ഷനിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് 3 നിലവിൽ ഈ പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ ഇവിടുത്തെ പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും നിലവിൽ പരാതി മന്ത്രിതലത്തിലും KSEBയിലും കൊടുത്തിരുന്നു, PWD ഓഫീസിലും കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 പോസ്റ്റുകൾ മാറ്റപ്പെടുകയും സൈഡിലോട്ട് മാറ്റപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പോസ്റ്റ് നിലവിൽ അതായ സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പല സമയങ്ങളിലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഉടനടി തന്നെ മാറ്റും എന്നുള്ളതായിരുന്നു അധികൃതരുടെ നിർദ്ദേശമുള്ളത്. എന്നാൽ ഇപ്പോൾ ഈ വാഹനം എന്തോ ദൈവഭാഗ്യം കൊണ്ട് ഇതിൽ സഞ്ചരിച്ച വ്യക്തികൾക്ക് അപകടങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്കിപ്പം അറിയാൻ കഴിയുന്നത്. ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇതിന് വേണ്ട നടപടിക്രമങ്ങൾ ആധികാരികമായ രീതിയിൽ ഉണ്ടാകണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഓക്കെ. കുണ്ടറ റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്റ് 3 പോസ്റ്റോളം റോഡിലേക്ക് കയറി കിടക്കുന്ന സാഹചര്യം ബന്ധപ്പെട്ട PWD എഞ്ചിനീയറേയും അതുപോലെ തന്നെ KSEB എഞ്ചിനീയറേയും നമ്മൾ ബോധ്യപ്പെടുത്തി നിരവധി തവണ പരാതികൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് മുന്നേ ഉള്ള ഈ വളവ് ഭാഗത്തുള്ള 2 പോസ്റ്റുകൾ മാറ്റുകയും ഈ ഹൈടെൻഷൻ പോസ്റ്റ് അഥവാ 11 kV പോസ്റ്റ് മാറ്റുന്നതിന് കൂടുതൽ എസ്റ്റിമേറ്റിൽ ഫണ്ട് വേണം എന്നുണ്ടായതിനാൽ മാറ്റാൻ കഴിയില്ല എന്നുള്ള നിലയ്ക്കാണ് അന്ന് അറിയിച്ചിരുന്നത്. വിവിധ തലത്തിലുള്ള എഞ്ചിനീയറോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം അന്ന് വളരെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ശരി യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് നടത്താതെ, ശരിക്കും പറഞ്ഞാൽ ഒരു റോഡിൻ്റെ പണി നടക്കുന്ന സമയത്ത് യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് നടത്താതെ ചെയ്യാൻ പാടുന്നതല്ല. ഈ ഒരു ഫണ്ട് അനുവദിക്കുന്നതിനകത്ത് യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗ് ഇല്ല എന്നുള്ള നിലയ്ക്കാണ് PWD എഞ്ചിനീയർ എന്ന് ഞങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയത്. എന്നിരുന്നാൽ തന്നെയും ഈ വിഷയം അത്യാവശ്യമായി പരിഹരിക്കേണ്ടതായതിനാൽ ഇനിയും മനുഷ്യജീവനുകൾ അപകടത്തിൽപ്പെടുന്നതിന് മുന്നേ നേരത്തെ മെമ്പർ സൂചിപ്പിച്ചതുപോലെ എത്രയും പെട്ടെന്ന് ഈ വിഷയം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കേണ്ടത് അനിവാര്യമാണ്. നേരത്തെ തന്നെയും പഞ്ചായത്ത് മെമ്പർ അടക്കം വിവിധ സാമൂഹ്യ രംഗത്തുള്ള പ്രമുഖർ ഈ വിഷയത്തിൽ ഫൈസൽ കുളപ്പാടം പോലെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ വിഷയത്തിന് പരിഹാരത്തിനായി ശ്രമിച്ചതാണ്. അതുപോലെ തന്നെ നാട്ടുകാരുടെ ഒരു ആവശ്യമാണ്. ഇവിടെ ഒരു അപകട സാധ്യത മേഖല കൂടിയാണ്. നല്ല വിശാലമായ റോഡാണ്. ആ റോഡിൻ്റെ നടുവിലേക്ക് കയറി കിടക്കുന്ന രീതിയിലാണ് ഈ ഒരു പോസ്റ്റ് കാണുന്നത്. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഫണ്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാതെ വേണ്ട പരിഹാരം കാണുന്നതിന് സത്വര നടപടി സ്വീകരിക്കണമെന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് ആവശ്യപ്പെടുകയാണ്.